പരിധിക്കുള്ളിൽ ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ എല്ലാ ശ്രോതാക്കൾക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കേരള ഗോസ്ബൽ ടീമിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്രയാണ് ഈ പ്രദേശത്ത് കടന്നുവന്നിരിക്കുന്നത്. അടിമാലി കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല സ്ഥലങ്ങളിൽ കടന്നുപോയി, കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും കടന്നുപോയി മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ ഞങ്ങൾ ഓരോ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അനേകരെ മദ്യത്തിൽ നിന്ന് വിടുവിക്കുവാനും അനേകരെ മാറ്റം വരുത്തുവാനൊക്കെ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ഈ ടീമിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. പ്രത്യേക ഈ 10 മൈൽ പ്രദേശത്ത് കടന്നു വരുവാനും ഈ ദേശനിവാസികളെ കാണുവാൻ സാധിച്ചത് വളരെയേറെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ദൈവം ഈ ദേശത്തെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ധർമ്മത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ആഗസ്റ്റ് മാസം 15-ാം തീയതി നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഇവിടുന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചെന്ന് ചോദിച്ചാൽ വെള്ളക്കാരന്റെ അടിമത്തത്തിൽ നിന്നും നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചു. അങ്ങനെ എല്ലാവരും ദേശപതാക ഉയർത്തിക്കൊണ്ട് വലിയ സന്തോഷം രാജ്യം മുഴുവനും ആ സ്വാതന്ത്ര്യം കൊണ്ടാടി. നമ്മുടെ പ്രധാനമന്ത്രി ആ ദേശപതാക ഉയർത്തിക്കൊണ്ട് വലിയ സന്തോഷം ഈ ദേശത്തെ വിളിച്ചു വരുന്ന സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും മാർഗങ്ങൾ അല്ലെങ്കിൽ സന്ദേശം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ 80ാമത്തെ സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിച്ചു. എന്നാൽ ഞാൻ ചോദിക്കുന്നത് ചോദ്യം, യഥാർത്ഥമായിട്ട് നമുക്ക് ആ സ്വാതന്ത്ര്യം നമ്മൾ യഥാർത്ഥമായിട്ട് പ്രാപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും യഥാർത്ഥമായിട്ട് വെള്ളക്കാരിൽ നിന്നും കഴിഞ്ഞ നാളിൽ ഇന്ത്യയെ അടിമയാക്കി ഭരിച്ച ബ്രിട്ടീഷിന്റെ അടിമത്തത്തിൽ നിന്നും നമ്മുടെ ഇന്ത്യ രക്ഷപ്പെടുന്ന സത്യം തന്നെ. എന്നാൽ ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളും കുഞ്ഞുങ്ങളും എല്ലാം അനുഭവിക്കുന്ന ഒരു അടിമത്തം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലഹരിക്ക് അവൻ അടിമയായിരിക്കും. ഒന്നെങ്കിൽ മദ്യമായി, കഞ്ചാവായി, എംഡിഎംഎ പോലുള്ള അതിനടിമയായിക്കൊണ്ട് ഓരോ ദിവസവും അവരുടെ ജീവിതം അവസാനിക്കുന്ന ഒരു കാലഘട്ടത്താണ് ഞാൻ ജീവിക്കുന്നത്. സ്നേഹിത, ഇന്ന് പകൽ ഈ ദേശത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നാളുകളായി മദ്യത്തിനായി, കഞ്ചാവിനടിമയായി ജീവിതത്തിന്റെ എത്താൻ കഴിയാതായിരിക്കുന്നുവെങ്കിൽ അവിടെ നിന്നൊരു മാറ്റം നമുക്ക് ആവശ്യമല്ലേ? അവിടെ നിന്ന് നമുക്കൊരു മാറ്റം ആവശ്യമാണ്. പ്രത്യേക നമ്മുടെ സ്ഥലത്ത് നടക്കുന്ന കാര്യത്തെ കുറിച്ച് കേൾക്കുമ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഒരു ദിവസം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തെ കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം. ശരിയല്ലേ? കേരളത്തെ കുറിച്ച് എല്ലാവരും പറയുന്ന കാര്യമാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ കുറെ വർഷങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഇവിടെയുള്ള ജനങ്ങളുടെ ഇടപെടലും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അതിനപ്പുറമായിട്ട് നമ്മുടെ പ്രകൃതി ഭംഗികളൊക്കെ കൊണ്ട് നിറഞ്ഞ, സന്തോഷം കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു കേരളം. എന്നാൽ എല്ലാവരും പറഞ്ഞു ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന്. എന്നാൽ ഈ 2026 നിൽക്കുന്ന നമുക്ക് ആർക്കെങ്കിലും പത്രം വായിക്കുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന്? ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? പറയും. എന്താ കാരണം അറിയോ? പിശാചിനേക്കാളും പൈശാചികമായി ശക്തികൾ പാർക്കുന്ന സ്ഥലമാണ് കേരളം. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, സ്വന്തം മകൻ അപ്പനെ അമ്മയും ഒരു പ്രാവശ്യം കൂടാതെ വെട്ടിക്കൊന്നു കളഞ്ഞു. ഇന്നലെ തൊടുപുഴയിൽ ഇന്നൊരു സംഭവം, പ്രിയ സ്വന്തം മകൻ സ്വന്തം മാതാവിനെ വെട്ടിക്കൊന്നു കളഞ്ഞു. അങ്ങനെ പത്രമെടുത്ത് വായിച്ചാൽ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും മനുഷ്യന് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, മദ്യത്തിനടിമയായി, കഞ്ചാവിനടിമയായി ഓരോ ദിവസവും അവരുടെ ജീവിതം അവസാനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് ഞാൻ ജീവിക്കുന്നത്. കാര്യം ഇന്നും പകൽ ദേശം മറന്നു പോകരുത്. അവിടെ നിന്ന് നമുക്കൊരു മാറ്റം ആവശ്യമല്ലേ? നമുക്ക് മാറ്റം ആവശ്യമാണ്.
ആവശ്യമാണ്. മദ്യത്തിൽ അടിമയായി ജീവിക്കുന്ന മനുഷ്യരെ ഈ മദ്യത്തിൽ നിന്ന് മാറ്റം വരുത്തണം. കാരണം മദ്യം അവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ മാരകമായ അല്ലെങ്കിൽ പ്രശ്നമാകുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് അവന്റെ അകത്ത് പൈശാചിക ശക്തി വ്യാപരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? കൊല ചെയ്യുവാനും ഒരു ധാർഷ്ട്യം കൂടാതെ ഇതൊക്കെ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി എന്ന് പറഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു ലഹരിക്ക് അടിമയായിരിക്കും. ഇന്ന് പകൽ അവിടെ നിന്ന് ഒരു മാറ്റം നമുക്ക് ആവശ്യമല്ലേ? ശാസ്ത്രം പറഞ്ഞു ഞാൻ മാറ്റിത്തരാം. അങ്ങനെ ശാസ്ത്രം മദ്യപിക്കുന്ന മദ്യപാനം മാറ്റുവാൻ അവരൊരു ഗുളിക കണ്ടുപിടിച്ചു. എന്നിട്ട് ആ ഗുളിക കൊടുക്കുന്നവരെ അറിയാമോ? മദ്യപിക്കുന്ന മനുഷ്യരറിയാതെ താൻ കഴിക്കുന്ന ആഹാര പദാർത്ഥത്തിന്റെ അകത്ത് ഈ ഗുളിക ഇങ്ങനെ കലക്കി കൊടുക്കും. ഒരു ദിവസം, 2 ദിവസം, ഒരാഴ്ച കഴിയുമ്പോൾ ആ ഗുളിക കഴിച്ചാൽ ശക്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ മദ്യത്തോട് വലിയ അലർജി ആയിരിക്കും. മദ്യം കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വലിയ വെറുപ്പായി തീരും. അങ്ങനെ അദ്ദേഹം ഒരു മാസം കൊണ്ട് ആ മദ്യപാനമൊക്കെ നിർത്തും. അങ്ങനെ ചില നാളുകൾ കഴിയുമ്പോൾ ആ ഗുളികയുടെ ശക്തിയൊക്കെ തീർന്നു കഴിയുമ്പോൾ അദ്ദേഹം വീണ്ടും മദ്യത്തിൽ ആശ്രയിക്കും. ആദ്യം മദ്യപാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം മദ്യം തലയ്ക്കകത്ത് പിടിച്ച് തന്റെ ജീവിതത്തിന്റെ സമ്മതനയെ പറ്റി അനേക ഭ്രാന്തന്മാർ എന്ന് പറഞ്ഞാൽ മാനസിക രോഗികളായിട്ട് കഴിയുന്ന എത്ര കുടുംബത്തെ കാണാൻ കഴിയും. ഇന്ന് പകൽ ഈ ദേശത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ കാര്യം പറയാം. നാളുകളായി ഒരു ജീവിതത്തിന്റെ അകത്ത് മദ്യത്തിന് അടിമയായി, കഞ്ചാവിന് അടിമയായി, ലഹരിക്ക് അടിമയായി ഡോക്ടർമാർ തന്ന ഗുളികയ്ക്കോ അല്ലെങ്കിൽ പോലീസ് തന്ന പെറ്റി കേസിനോ അവരുടെ ലാപ്തി ചാർജിനോ ജീവിതത്തിന്റെ അകത്ത് മദ്യപാനത്തിന് മാറ്റം വരുത്താതെ നീ ആയിരിക്കുന്നുവെങ്കിൽ അവിടെ നിന്ന് മാറ്റം വരുത്തുന്ന ഒരു മാർഗമുണ്ട്. ആ മാർഗമാണ് സുവിശേഷം എന്ന് പറയുന്നത്. എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പറയാറുണ്ട് ഇത് മതം മാറ്റുന്ന പരിപാടിയാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുന്ന പരിപാടിയല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു മാർഗമാണ്. എന്താണ് മാർഗം? അപ്പനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന മാർഗം, അമ്മയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന മാർഗം, കഞ്ചാവിൽ നിന്ന് മാറ്റം വരുത്തുന്ന മാർഗം, നിന്റെ ജീവിതത്തിനകത്ത് സമാധാനം നൽകുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗത്തിന്റെ പേരാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷം ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും ഇത് പ്രസംഗിക്കപ്പെടാൻ കാരണമെന്ന് ചോദിച്ചാൽ ഈ സുവിശേഷം ചെന്ന സ്ഥലത്തൊക്കെയും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, വലിയ സമാധാനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെ ആളുകൾ ദേശത്തും അല്ലെങ്കിൽ കവലകളിൽ നിന്നുകൊണ്ട് പരസ്യമായി നിന്നുകൊണ്ട് ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് നൽകുന്ന ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കൊക്കെ ഞാൻ ജീവിച്ച ഒരു കാലം ഞങ്ങളുടെ പുറകിലുണ്ട്. മദ്യത്തിനടിമയായി, കഞ്ചാവിനടിമയായി, ലഹരിക്കടിമയായിക്കൊണ്ട് വളർന്നൊരു കാലം ഞങ്ങളുടെ പുറകിലുണ്ട്. അവിടെ നിന്ന് ഞാൻ മാറ്റം വരുത്തിയ ഒരു മാർഗമാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കവലതോട് നിന്നുകൊണ്ട് ചങ്കുറപ്പോടെ ആവശ്യത്തോടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ സുവിശേഷം ആരാണ്? സുവിശേഷം ഒരു വ്യക്തിയെ കുറിച്ചാണ്. ആ വ്യക്തിയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകൽ ഈ ദേശത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ വാതോറാതെ പ്രസംഗിക്കാനുള്ള കാരണം എന്താണ്? യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്തോരം പാടിയാലും അത് തീരുകയില്ല. എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിന്റെ ഒരു പ്രത്യേകത പറയാം. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത ജനിക്കുന്നതിന് ചരിത്രം ആരംഭിച്ചവൻ, ജനിച്ചിട്ടും ചരിത്രം തീരാത്തവൻ, മരിച്ചിട്ടും ചരിത്രം തീരാതെ നിൽക്കുന്ന ഒരുവരുണ്ടെങ്കിൽ